പേരാമ്പ്രയിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് നമ്മളൊക്കെ നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ഈ തിരുവനന്തപുരത്തും സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ കളക്ട്രേറ്റുകളുടെ മുമ്പിലും എല്ലായിടത്തും ഒക്കെ സമരത്തിൽ പങ്കെടുക്കുന്നവരാണ്. നമ്മൾ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഭീകരമായ മർദ്ദനമേൽക്കേണ്ടി വന്ന നിരവധി സഹപ്രവർത്തകർ ഈ പ്രസ്ഥാനത്തിലുണ്ട്. ജയിലിലടക്കപ്പെട്ടവർ ഇപ്പോഴും അവിടെ 8-9 ആളുകൾ ജയിലിലാണ്. ഒരു കള്ളക്കേസ് എടുത്തിട്ട് അന്ന് മുതൽ ജയിലിലാണ്. ഞാൻ ആ ഇൻസിഡൻറ്റിനെ പറ്റി പറയുന്നത്, അവിടെ ഒരു കമ്മീഷണറുടെ പ്രസംഗം തന്നെ നിങ്ങൾ കേട്ടു. അവിടെ ലാത്തി ചാർജിൻ്റെ ഒരു ആവശ്യം വന്നിട്ടുണ്ടായില്ല. അവിടെ ലാത്തി ചാർജിന് ഒരു വിസിൽ ഉണ്ടായിട്ടില്ല. അവിടെ ഒരു സൈറൺ ഉണ്ടായിട്ടില്ല. അവിടെ ഒരു വാണിംഗ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാം, നമ്മളിവിടെ സമരം ചെയ്യുമ്പോൾ എത്രയോ തവണ ടിയർ ഗ്യാസും ഗ്രനേഡും ഒക്കെ നമ്മുടെ ഇടയിൽ വന്ന് വീഴാറുണ്ട്. അങ്ങനെ വന്ന് വീഴുമ്പോൾ അത് പോലീസും സഹപ്രവർത്തകർക്കും ഇടയിലുള്ള ഗ്യാപ്പിലാണ് പലപ്പോഴും അത് സംഭവിക്കാറുള്ളത്. പക്ഷെ നേരെ ചെറുപ്പക്കാരുടെ മുഖത്ത്, അവിടെ കൂടിയിരുന്നവരുടെ മുഖത്തേക്ക് അത് എറിഞ്ഞ് മുഖത്ത് വീണ് അത് പൊട്ടി. നിയാസ് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം നിങ്ങൾ കണ്ടതാണ്. അത്ര ഭീകരമായിട്ട് പോലീസ് അവിടെ ആക്ട് ചെയ്യുമ്പോൾ അവരുടെ റൂറൽ SP തന്നെ അവിടെ ഒരു ലാത്തി ചാർജിൻ്റെ നിർദ്ദേശം പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട വിഷ്വൽ നിങ്ങൾ കണ്ടതാണ്. ബോധപൂർവം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തലയ്ക്കും മുഖത്തും അടിക്കാനും മൂന്നാമതും അടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ വിഷ്വൽ ഉൾപ്പെടെ നമ്മൾ പുറത്തുവിട്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, ഈ ഭരണത്തെ ഇനി കേരളത്തിൻ്റെ അധികാരത്തിൽ എത്തിക്കാതിരിക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനനുസരിച്ച് പെരുമാറുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ഉത്തരവാദിത്വവുമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നമുക്ക് വേണ്ട. ഇപ്പോൾ അവിടെ അടിച്ച പോലീസുകാരനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ഞാനിവിടെ അതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഇവിടെ അന്വേഷണം നടത്തുമ്പോൾ ആ പോലീസുകാരൻ സേനയിലില്ല എന്നുള്ളതാണ് ഒപ്പം ഡിസ്മിസ് ചെയ്യപ്പെട്ട പോലീസുകാരുൾപ്പെടെ കരുതിയിരുന്നത്. അയാൾ അവിടെ സംസാരിക്കുമ്പോൾ വീടിൻ്റെ സ്ഥലം പോലും കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ തല നോക്കി അടിച്ച് ക്രൂരമായി മർദ്ദനങ്ങൾ നടത്തി പരിക്കേൽപ്പിക്കാനുള്ള CPMൻ്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻ നടപ്പിലാക്കാൻ പോലീസിനകത്ത് CPM ഒരു ഗുണ്ടാ സ്ക്വാഡിനെ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. ആ ഗുണ്ടാ സ്ക്വാഡുകളുടെ CPM ഗുണ്ടാ സ്ക്വാഡുകളുടെ ഭരണം പോലീസിന് നടക്കുക. സുജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ സ്റ്റേഷനകത്തും നിങ്ങൾ ഓരോരുത്തരും സമരവേദികളിലും നേരിടേണ്ടി വന്ന മർദ്ദനം സമരത്തോടുള്ള പ്രതികരണമല്ല, അത് CPM ഡയറക്ഷനാണ്. ആ ഡയറക്ഷൻ നടപ്പിലാക്കുന്ന ഒരു പോലീസല്ല കേരളത്തിൽ ഇനി വേണ്ടത്. കേരളത്തിൽ യുവജന സമരങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ചെറുപ്പക്കാരുടെ തല നോക്കി അടിച്ചു പൊട്ടിച്ചിട്ട് പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്കിടയിൽ നിന്ന് ഉൾപ്പെടെ ജീവൻ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരെ ഉൾപ്പെടെയുള്ള ആളുകൾ, ചെറുപ്രായത്തിൽ നമ്മുടെ കൊടി പിടിച്ച് ഇടക്ക് വെച്ച് വീണുപോയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഞാൻ പറയുന്നു, നാളെ നമ്മൾ അധികാരത്തിൽ വന്ന തിരിച്ചപ്പുറത്ത് സമരം ചെയ്യുന്ന കുറേ ആളുകളുടെ തല അടിച്ചു പൊട്ടിക്കണം എന്നല്ല, അങ്ങനത്തെ പോലീസ് അല്ല വേണ്ടത് എന്നുള്ളത് യൂത്ത് കോൺഗ്രസിനും ബോധ്യമുണ്ടാവണം, കോൺഗ്രസിനും ബോധ്യമുണ്ടാവണം. എന്ന് വെച്ചാൽ സമരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന ഭരണ തുടർച്ച, അതാണ് ജനീഷ് ഇവിടെ സൂചിപ്പിച്ചത്, ഭരണ തുടർച്ച എങ്ങനെയാണ് ഒരു ഗവൺമെൻറ്റിനെ ഈ ജനവിരുദ്ധരാക്കി മാറ്റിയിരിക്കുന്നതെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പം ഇനി ഒരു ഭരണം അവർക്ക് കൊടുത്ത് നിങ്ങൾ ആലോചിക്കണം. അവിടെ 10-ാം തീയതി ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു. 10-ാം തീയതി ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് 13-ാം തീയതി അവരൊരു FIR ഇടുക. 13-ാം തീയതി ഇടുന്ന FIR എന്താ? 13-ാം തീയതി ഇടുന്ന FIR UDF പ്രവർത്തകർ അവർക്കെതിരെ ബോംബെറിഞ്ഞു എന്നുള്ളതാണ്. തലേ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം വൈകുന്നേരം DYFIയുടെ ഒരുത്തൻ പത്രസമ്മേളനം നടത്തി അവൻ്റെ ഭാവനയിൽ വിരിഞ്ഞൊരു തിരക്കഥ അത് പത്രസമ്മേളനത്തോടെ പറയുമ്പോൾ DYFI നേതാവിൻ്റെ ഭാവനയാണ് കേരളത്തിലെ പോലീസിൻ്റെ നമുക്കെതിരായിട്ടുള്ള FIR ആയിട്ട് മാറുന്നത്. ഒരു സമരത്തിൻ്റെ സ്പോട്ടിൽ ഒരു ബോംബ് സ്ഫോടനം നടന്ന അത് കേരളത്തിലെ പോലീസ് ശ്രദ്ധിക്കാതെ പോവുമോ? 10-ാം തീയതി വൈകുന്നേരം അവിടെ ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് 10-ാം തീയതി അതിനെപ്പറ്റി പറയാതിരിക്കുമോ? പോലീസ് 11-നും 12-നും അതിനെപ്പറ്റി പറയാതിരിക്കുമോ? പോലീസ് FIR എടുക്കാൻ 13-ാം തീയതി വരെ കാത്തിരിക്കുമോ? അപ്പോൾ അവിടെ വ്യാജമായൊരു ബോംബ് കേസ് ഉണ്ടാക്കുക, എന്നിട്ട് ആ കേസിൽ പ്രതി ചേർത്തിട്ട് 5-8 ആളുകളെ ഇപ്പോൾ തടവറയിൽ വെച്ചിരിക്കുകയാണ്, അവരെ റിമാൻഡ് ചെയ്തിരിക്കുക. എന്ന് വെച്ചാൽ പോലീസിങ്ങിൻ്റെ മുഴുവൻ നിഷ്പക്ഷതയും കളഞ്ഞിട്ട് കേരളത്തിലെ പോലീസ് CPMൻ്റെ ഒരു പോഷക സംഘടനയെ പോലെ ഗുണ്ടകളെ കൊണ്ട് നിറച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ അടിയറവ് പറയാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന പ്രസ്ഥാനമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തെരുവിൽ തുടരുക തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു തുടർച്ച അതിനുണ്ടാക്കിയാൽ ഈ കള്ളക്കേസുകളുടെ പ്രളയം, ഇനി ഒരു തുടർച്ച അതിനുണ്ടാക്കിയാൽ നിങ്ങൾ ഇപ്പം തന്നെ സഹപ്രവർത്തകർ അടക്കേണ്ടി വരുന്ന ഫൈനും തുക എത്ര വലുതാണ് എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഇതുപോലത്തെ കോവിഡ് തൊട്ട് അതിൻ്റെ മുമ്പും ശേഷമുള്ള കേസുകളിൽ ഈ സഹപ്രവർത്തകരെ വേട്ടയാടുന്ന
അപ്പം ആ ഭരണക്രമം ഇനി കേരളത്തിൽ തുടരാൻ അനുവദിച്ചുകൂടാ. അത് ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമാണ്. ആശാ വർക്കർമാരുൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ കേരളീയ പൊതുസമൂഹത്തോട് പറഞ്ഞു നമ്മൾ കേട്ടതാണ്. അപ്പം അത്ര ഗൗരവതരമേറിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പ്രസ്ഥാനം ഏൽപ്പിക്കുന്ന ചുമതലകളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. വ്യക്തിപരമായി നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അർഹതയുടെയും അവകാശത്തിൻ്റെയും ഒക്കെ പല തർക്കങ്ങൾ ഉണ്ടാവാം. ഏറ്റവും കൂടുതൽ ഇപ്പം ജനീഷ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞാൽ ഏറ്റവും അവകാശമുള്ള ആൾ ഞാനാണെന്നല്ലല്ലോ അയാൾ പ്രസംഗിച്ചത്. അപ്പോൾ ആ തർക്കങ്ങൾ നിലനിൽക്ക്, ആ തർക്കങ്ങൾ ഉണ്ടാവാം, അതിനകത്ത് അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഒരു വലിയ വലിയ വിപത്തിനെ കേരളത്തിൽ നിന്ന് ചുമന്നു മാറ്റേണ്ട ഉത്തരവാദിത്തമുള്ള ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകളും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അബിൻ വർക്കിയാണെങ്കിലും അഭിജിത്താണെങ്കിലും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, വിനു ചുള്ളിയിലും നിലവിലുള്ള IYC ഭാരവാഹികളും IYC പ്രസിഡന്റും ചാർജ് വഹിക്കുന്ന സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവരെല്ലാവരും ഒന്നിച്ചിവിടെ അണിനിരക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വലിയ വിപത്തിനെ ഇവിടുന്ന് ചുമന്ന് നീക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുന്നു. കഴിയാവുന്ന തരത്തിൽ സാധ്യമായ എല്ലാ ഇടങ്ങളിലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ ശബ്ദം കേരളത്തിലെ കോൺഗ്രസിൻ്റെ KPCCയുടെ കമ്മിറ്റികളിൽ ഉയർത്തുക എന്നുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റും എന്നുള്ളത് കൂടെ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.